കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോട്ടയത്തെ രാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന അമനകര ശ്രീ ഭരത ക്ഷേത്രം ഭരതൻ്റെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. 1500 വർഷങ്ങൾ മുമ്പ് മഹാനായ ഒരു യോഗിയാണ് ഇവിടെ ഭരതൻ്റെ വിഗ്രഹം സ്ഥാപിച്ചത്. കോട്ടയത്തെ നാലമ്പലം യാത്രയുടെ ഭാഗമാണ് ഈ ക്ഷേത്രം. ശ്രീരാമൻ ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ഈ സ്ഥലത്ത് വിശ്രമിച്ചതായി ഐതിഹ്യങ്ങൾ പറയുന്നു. മനോഹരമായ ഈ സ്ഥലത്തെത്തിയപ്പോൾ രാമന് അത് തൻ്റെ ധ്യാനത്തിന് അനുയോജ്യമായ സ്ഥലമായി തോന്നി. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ തിരോധാനം താങ്ങാനാകാതെ സഹോദരൻ തെക്കോട്ട് പോകുമെന്ന് കരുതി അവരും അയോധ്യ വിട്ട് സഹോദരൻ്റെ പാത പിന്തുടർന്നു. രാമപുരത്ത് അവനെ കണ്ടെത്തിയപ്പോൾ അവരും സമീപത്ത് താമസമാക്കി. അങ്ങനെ പരസ്പരം തുല്യ ദൂരമുള്ള 4 ക്ഷേത്രങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലും നമസ്കാര മണ്ഡപത്തിലും കേരള വാസ്തുകലയുടെ സമ്പൂർണ്ണ സമ്മിശ്രണം കാണാം. ഭരതൻ മഹാനായ ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ക്ഷേത്രത്തിലെ ബലിക്കൽ പുര ഈ ഗ്രാമത്തിൻ്റെ കോടതിയായിരുന്നു. ഭരതവിഗ്രഹം പടിഞ്ഞാറ് ദിശയിലാണ്. വടക്ക് വശത്ത് കിഴക്കോട്ട് അഭിമുഖമായി ഒരു ശിവക്ഷേത്രം കാണാം. അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയും തുറന്നിരിക്കും. ഉച്ചപൂജയ്ക്ക് മുമ്പ് 4 ക്ഷേത്രങ്ങളിലും ദർശനം പൂർത്തിയാക്കുന്നത് ഭക്തനെ രോഗങ്ങളിൽ നിന്നും മുൻകാലങ്ങളിൽ നിന്നുള്ള ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനും അവർക്ക് നല്ല സന്താനങ്ങളെ പ്രദാനം ചെയ്യുവാനും ഐശ്വര്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെ മേദിരിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് മേദിരി ശത്രുഘ്ന ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ നാലമ്പലം ക്ഷേത്രങ്ങളിലൊന്നാണിത്. വനവാസകാലത്തിനിടയിൽ ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണന്മാരോടൊന്നിച്ച് ഇന്ന് രാമപുരം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് താമസിച്ചിരുന്നുവെന്നും പിന്നീട് സീതാ പരിത്യാഗത്തിന് ശേഷം ഒരിക്കൽ കടന്നുപോയ ഈ സ്ഥലത്ത് മനഃശാന്തി കിട്ടാനായി വിശ്രമിച്ചുവെന്നുമാണ് വിശ്വാസം. ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ചിറങ്ങിയ ഭരതലക്ഷ്മണ ശത്രുഘ്നന്മാർ ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയിലും പ്രശാന്തതയിലും ആകൃഷ്ടരായി പ്രദേശത്തിനു ചുറ്റും താമസം ഉറപ്പിക്കാൻ നിശ്ചയിച്ചു. ഇങ്ങനെയാണ് പ്രസിദ്ധമായ ഇന്നത്തെ നാലമ്പലങ്ങളുടെ ആവിർഭാവമെന്നാണ് ഐതിഹ്യം. മേദിരി ശത്രുഘ്ന ക്ഷേത്രം മേൽത്തിരിവ് എന്ന വാക്ക് ലോപിച്ചുണ്ടായത് ആണത്രേ. പടിഞ്ഞാറ് ഭാഗമെന്നും മേദിരിക്ക് അർത്ഥമുണ്ട്. മേദിരിയുടെ കിഴക്കായി കിഴത്തിരിയുമുണ്ട്. ശാന്തരൂപത്തിൽ ശത്രുഘ്ന സ്വാമിയുടെ പ്രതിഷ്ഠയാണിവിടെ. ശത്രുഘ്ന സ്വാമിയുടെ ക്ഷേത്രത്തിന് വലതുവശത്തായി ശ്രീപോർക്കലിയുടെ ക്ഷേത്രവുമുണ്ട്. ശ്രീപോർക്കലിയെ ദർശിക്കുന്നതിന് മുമ്പായി ശത്രുഘ്ന സ്വാമിയെ ദർശിക്കണമെന്നാണ് ആചാരം. ശത്രുഘ്ന ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്താണ് ശ്രീപോർക്കലി ദേവിയുടെ മൂലസ്ഥാനം. ചതുരാകൃതിയിലുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര വരെ കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത്. പാൽപ്പായസം, നെയ്വിളക്ക്, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശിക്കുന്നതോടെ സവിശേഷമായ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും മുൻ ജന്മദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമമാണെന്നാണ് വിശ്വാസം. രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 5 മുതൽ 8 മണി വരെയും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.